ഹായ് ഫ്രണ്ട്സ്, റമദാനിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 ടീസ്പൂൺ റവ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് കളർ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ റവ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി 2 കപ്പ് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച റവ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ സേമിയ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സേമിയ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചൂടുള്ള പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. റവയും സേമിയയും ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റവയും സേമിയയും ഒക്കെ നന്നായി വെന്ത് പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചെറിയുള്ളി തൂമിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2-3 ചെറിയുള്ളി ചെറുതായി എരിഞ്ഞത് കൂടി ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തരിക്കഞ്ഞിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ തരിക്കഞ്ഞിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്കിതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്